ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സവിശേഷതയുണ്ട്, പ്രവർത്തന രീതിയുണ്ട്, മനോഭാവമുണ്ട്. ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ആക്ച്വലി വൈവിധ്യമാണ് ഈ ലോകം ഇത്രയും സുന്ദരമായിട്ട് നമ്മളെക്കൊണ്ട് തോന്നിപ്പിക്കുന്നത്. ഒരാൾക്ക് ആകർഷണമുള്ള ഒരു രൂപമായിരിക്കത്തില്ല, അല്ലെങ്കിൽ പെരുമാറ്റ രീതി ആയിരിക്കത്തില്ല മറ്റൊരാൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ കാറ്റഗറി തിരിച്ച് മാത്രമേ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ ഏത് കാര്യം എടുത്താലും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. ലൈംഗികതയിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ചില രൂപത്തോട്, ചില രീതികളോട് അവർക്കൊരാകർഷണമുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ലിംഗത്തിൻ്റെ വലിപ്പത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. അവരുടെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും അധികം ആത്മവിശ്വാസം കൊടുക്കുന്ന കാര്യമാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള പ്രവർത്തനം. തന്നെയല്ല, വലിപ്പത്തിൻ്റെ കാര്യത്തിലും അവർക്കൊരു ആകാംക്ഷയുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് രണ്ട് ബോഡിയുണ്ട്, ഫിസിക്കൽ ബോഡിയുണ്ട്, മെൻ്റൽ ബോഡിയുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് ചില ഹോർമോണുകൾ വഴിയാണ്. ഇപ്പോൾ ഏതൊരു വ്യക്തി എടുത്താലും ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കുക എന്നുള്ളതാണല്ലോ. അതിൻ്റെ പിന്നിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്, പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുമുണ്ട്. ഇപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഏത് കാര്യവും ആസ്വദിക്കുന്ന രീതിക്കൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ പുരുഷനെ സംബന്ധിച്ച് പല കാര്യങ്ങളും കാഴ്ചയിൽ കൂടി അവർക്ക് ആസ്വദിക്കാൻ പറ്റും. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് ഇതിനകത്ത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വന്നെങ്കിലേ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു വ്യക്തി വലിപ്പം കൂടുതൽ ഇഷ്ടപ്പെടുന്നതിൻ്റെ പിന്നിൽ പല ഫാക്ടേഴ്സും ഉണ്ട്. ഇതിനകത്ത് അവരുടെ ഫിസിക്കൽ, മെൻ്റൽ നേച്ചർ വളരെ പ്രധാനമാണ്. കൂടാതെ അവരുടെ എക്സ്പീരിയൻസ്, അവർക്ക് കിട്ടിയിരിക്കുന്ന ഫാൻറ്റസി, ഇതൊക്കെ തന്നെ എത്രത്തോളം സ്ട്രോക്ക് വേണം എന്ന് നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇപ്പം നമ്മൾ വസ്ത്രം ധരിക്കുമ്പം അത് പാകമാകണമെങ്കിൽ വലിപ്പം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതിനെയാണല്ലോ നമ്മൾ പാകമെന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രോക്ക് കൂടുതൽ വേണ്ടവരെ സംബന്ധിച്ച് അവരുടെ ഫാൻറ്റസിയും ആ രീതിയിലുള്ളതായിരിക്കും. അതുപോലെ സ്ത്രീ പങ്കാളിയെ സംബന്ധിച്ച് അവർക്ക് പുരുഷനോട് ആകർഷണം തോന്നുന്ന പല ഫാക്ടേഴ്സും ഉണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണിതെങ്കിലും മറ്റ് പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് വരണം, എങ്കിൽ മാത്രമേ ആ ആകർഷണം തോന്നത്തുള്ളൂ. ഇപ്പോൾ ആരോഗ്യമായിട്ടുള്ള ഏത് കാര്യത്തോടും നമുക്കൊരിഷ്ടം ഉണ്ടാവുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഓരോരുത്തർക്കും ഓരോ സങ്കല്പമുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനം ഓരോരുത്തരുടെയും ആസ്വാദന രീതിയാണ് കേട്ടോ. അത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. എന്നുവെച്ചാൽ ലൈംഗികതയോട് കുറച്ച് താല്പര്യം കൂടുതലുള്ളവരുണ്ടല്ലോ, അവർ ഈ ഒരു കാറ്റഗറിയിലുള്ളവരായിരിക്കും. അതുപോലെ പുരുഷ ഹോർമോൺ ശരീരത്തിൽ ശരിയായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ വളർച്ച കറക്റ്റ് ആകത്തുള്ളൂ. തന്നെയല്ല, ഇതിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ ഏറ്റവും പ്രധാനമാണ്. അതുപോലെ ചില മെത്തേഡുകൾ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു കാറ്റഗറിയോട് ഒരു പ്രത്യേക താല്പര്യമായിരിക്കും. ഇപ്പോൾ ഡോഗി പോസും അതിൻ്റെ കുറേ വേരിയേഷൻസ് ഉണ്ടല്ലോ, അത് ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് അവർക്കിതിനോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ ഇഷ്ടപ്പെടുന്നതിൻ്റെ പിന്നിൽ വലിയൊരു കെമിസ്ട്രി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഈ ഒരു കാര്യം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുത്തോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ഡേ. ബൈ.